ഹലോ ഗൈസ്, അപ്പം നമ്മൾ കൊച്ചിയിൽ ഇപ്പോൾ രാവിലെ 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി 7 മണിക്ക് അലാറൊക്കെ വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാൽക്കണിക്ക് പോയി നോക്കി വെക്കാം. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള രാവിലെയുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിക്കണം. ആദ്യം പോയി പല്ലൊക്കെ തേക്കട്ടെ. ഓക്കെ, അപ്പോൾ ബൈ ഗൈസ്. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഞാൻ ഫുള്ളായിട്ട് കാണിക്കാം. 2 ദിവസം മുന്നേ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കൊച്ചിയിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളൊരു ഹോം സ്റ്റേയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. റോഡിൻ്റെ 2 സൈഡിലും ഹോം സ്റ്റേ ആണ്. ഇവിടുത്തെ താമസം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഈ വീടിൻ്റെ താഴ്ഭാഗമാണ് കാണുന്നത്. നമ്മൾ ഫോർട്ട് നഗർ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് നിൽക്കുന്നത്. ഫോർട്ട് കൊച്ചി ഉണ്ടല്ലോ, അവിടെ തന്നെ നമ്മുടെ ജൂത സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റേ വരുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ബാൽക്കണിയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. അപ്പുറത്തും ഇതുപോലെ ഒരുപാട് ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇവിടുത്തെ വീടുകളൊക്കെ നല്ല ഭംഗിയാണ്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നീച്ചപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോം സ്റ്റേ നടത്തുന്നത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു അങ്കിളും ആൻറ്റിയാണ് ഇത് നടത്തുന്നതെന്ന്. നല്ലൊരു ബിഹേവിയർ ആയിരുന്നു കേട്ടോ രണ്ടുപേരും. ഇവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ബൊഗെയിൻ വില്ലേൻ്റെ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോകാൻ തന്നെ തോന്നുന്നില്ല. ഇന്നിനി നമുക്ക് പോകാനുള്ളത് ഫോർട്ട് കൊച്ചിയിൽ ജൂത സ്ട്രീറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഇനി കൂടുതലും ഉണ്ടാവുക. അങ്ങനെ ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിൽ അങ്ങനെ കറങ്ങി നടന്നു. ഇനി നമുക്ക് താഴത്തേക്ക് പോവാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ നീച്ച പാടന്നെ താഴത്തേക്ക് വന്നിട്ട് ഇവിടുത്തെ ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ മൊത്തം അവർ പച്ചപ്പ് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇൻ്റർലോക്ക് ഇട്ടത് ഒരു റെഡ് കളർ ആയതുകൊണ്ട് ആ ഒരു ഗ്രീനും റെഡും നല്ലൊരു മാച്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്തുകൊണ്ട് ഫുള്ള് ഇങ്ങനെ നനഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ. എൻ്റെ സിസ്റ്റർ ആണെങ്കിലും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അവൾ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ഒരു ആളാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോം കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഈ സിറ്റി ഇതാ ഓപ്പണായി വരുന്നേ ഉള്ളൂ. നല്ല തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അടുത്ത് തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ കാണിച്ചു തന്ന ആ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ആ കാണുന്നത്. ഗൈസ്, അപ്പം ഞാൻ ചായക്കായിട്ട് ബാൽക്കണിയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഇത് ശരിക്കും വേറൊരു വൈബാണ് കേട്ടോ. ഇത് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ വരുമ്പോൾ എന്തായാലും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ. ഗൈസ്, അപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഞാൻ ഫ്രഷായി റെഡി ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ. അപ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. നമുക്ക് ഫോർട്ട് കൊച്ചി കറങ്ങാം. അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. വണ്ടി പോകുന്ന സൗണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ റൂമൊന്ന് കാണിച്ചു തരാം ഫുള്ളായിട്ട്. ഇത് നമ്മുടെ ബാൽക്കണി. നേരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹാളാണ് കേട്ടോ. ഹാളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ആണ്. പിന്നെ അതാ ഇവിടെ ഏതൊക്കെയോ ബുക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ ഒരു TV ഒക്കെ ഉണ്ട്. പിന്നെ കെറ്റിൽ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. റൂമിലേക്കൊന്ന് പോയി നോക്കി നോക്കാം. ഇതാണ് റൂം വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് കേട്ടോ.
പിന്നെ ഓക്കെ, ഇപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ അപ്പുറത്തൊരു സ്റ്റേ തന്നെയാണ്. അപ്പോൾ ഇന്നലത്തെ ഇവിടെ സ്റ്റേ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് വിട പറയാൻ പോവുകയാണ്. നല്ല വിശപ്പുണ്ട്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ദോശയെ പറഞ്ഞിട്ടുണ്ട്, ദോശയും പഴംപൊരിയാണ് കഴിക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകാനേ പറ്റില്ല, തോന്നില്ല, നമുക്ക് പറ്റില്ല എന്നല്ല, തോന്നില്ല. അത്രയ്ക്ക് നല്ല രസമായിരുന്നു. ഇന്നലെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. നൈറ്റ് ഇവിടെ അങ്ങനെ കറങ്ങി നടക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇനി വേറൊരു തവണ ഫാമിലി കൂട്ടി വരണം എന്നുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നതാണ്, പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. ദോശയൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചി സ്ട്രീറ്റിലാണ്. ഇവിടെ എൻ്റെ ബാക്കിൽ നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ഉണ്ട്. ഇത് സ്റ്റേ ആണോ, ഇതെന്താണ് സംഭവം? ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്റർ എന്നൊക്കെ കൊടുത്തുള്ള. അപ്പോൾ ഇതാണ് കേട്ടോ ബിഗ് ബി ഷൂട്ട് ചെയ്ത ബിൽഡിംഗ്.